ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് അവൻ അന്വേഷിക്കുന്നതാണ് ആരാണ് നമ്മൾ, എന്താണ് നമ്മൾ, അല്ലേ? നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. മതങ്ങളും മറ്റും എടുത്തു നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് കാണാം. മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി, ഊതിയുണ്ടാക്കി, പെരുപ്പിച്ചുണ്ടാക്കി, അങ്ങനെ പലതും. ഓരോ മതത്തിനും ഓരോ കഥകളാണ് മനുഷ്യൻ ഉണ്ടായതും ജീവിവർഗം ഉണ്ടായതിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്. സയന്റിഫിക്കായിട്ടും കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏത് വിശ്വസിക്കണം എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അതിൽ ഇടപെടാൻ ഞാൻ ആരുമല്ല. അതുകൊണ്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഞാൻ എൻ്റേതായ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ജീവിവർഗം അഥവാ സ്പീഷീസ്? നമുക്കൊന്ന് നോക്കാം. മനുഷ്യവർഗത്തിൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോസാപ്പിയൻസ് എന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? സാപ്പിയൻസ് ആണ് നമ്മുടെ സ്പീഷീസ്. ഹോമോ എന്നത് നമ്മുടെ ജനുസാണ്. എന്താണ് ജനുസും സ്പീഷീസും? ഭൂമിയിലുള്ള എല്ലാ ജീവിവർഗങ്ങളെയും നമ്മൾ ഓരോരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ജീവികൾ തമ്മിലുള്ള സമാനതകളും വ്യത്യാസങ്ങളും കണക്കിലെടുത്താണ് ഇങ്ങനെ തരംതിരിക്കുന്നത്. നമുക്ക് ഇതിനൊരു ഉദാഹരണം നോക്കാം. സിംഹങ്ങളും പുലിയും ഒക്കെ അടങ്ങുന്ന ജീനസ് ആണ് പാന്തറ. അതിൽ ലിയോ ആണ് സിംഹങ്ങൾ, പാന്തറ ടൈഗ്രിസ് ആണ് വരയൻ പുലി, പാന്തറ പാർഡസ് ആണ് പുള്ളിപ്പുലി. ലിയോ, ടൈഗ്രിസ്, പാർഡസ് ഇതെല്ലാം സ്പീഷീസിൻ്റെ പേരുകളാണ്. അതായത് സിംഹങ്ങളും പുലികളും ഒക്കെ വേറെ വേറെ സ്പീഷീസിൽ പെടുന്നവ ആണെങ്കിലും അവയൊക്കെ പാന്തറ എന്ന ഒറ്റ ജീനസിൽ പെടുന്നവയാണ്. അതുപോലെ തന്നെ കാനിസ് എന്ന ജീനസിൽ പെടുന്ന ചില സ്പീഷീസുകളുണ്ട്. അതിൽ കാനിസ് ലൂപ്പസ് എന്നത് ചെന്നായ്ക്കളാണ്. കാനിസ് ഓറിയസ് എന്നത് കുറുനരികളാണ്. കാനിസ് ഫെമിലിയാരിസ് ആണ് ഡോഗ് വർഗം. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ തരം ഡോഗ് വർഗങ്ങളും കാനിസ് ഫെമിലിയാരിസ് എന്ന സ്പീഷീസിൽ പെടുന്നവയാണ്. ഇത്തരത്തിൽ ഹോമോ എന്ന ജീനീസിൽ വരുന്ന സാപ്പിയൻസ് എന്ന സ്പീഷീസാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യരെ ഹോമോ സാപ്പിയൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹോമോ എന്ന ജീനസിൽ ഇന്ന് വേറെ സ്പീഷീസുകളൊന്നുമില്ല. ലോകത്ത് ഏത് ജീവിവർഗത്തിനെ എടുത്തു നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ജീനസും സ്പീഷീസും കാണാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മനുഷ്യന് മാത്രം മറ്റൊരു സ്പീഷീസ് ഇല്ലാതിരിക്കുന്നത്? ഇനി നമ്മുടെ പാസ്റ്റിലെങ്ങാനും ഉണ്ടായിരുന്നോ? നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള ക്രോമസോമിലാണ് ജനറ്റിക് മെറ്റീരിയലായ DNA-യും ജീനുകളും ഒക്കെ ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. ചില ആളുകളുടെ മൂന്നാമത്തെ ക്രോമസോമിൽ ഉള്ള ചില പ്രത്യേക വ്യത്യാസം മൂലമാണ് അവർക്ക് കോവിഡ് രോഗബാധ മരണത്തിൽ വരെ എത്തിയത് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ പ്രത്യേക വ്യത്യാസം ഉണ്ടാക്കുന്ന ജീൻ അത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ ജീൻ അല്ല, അത് വേറൊരു സ്പീഷീസിൻ്റെ ജീൻ ആണ്. കോവിഡ് എന്ന കാര്യം ഇത് കാണിക്കാൻ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്: മനുഷ്യ ശരീരത്തിൽ മറ്റൊരു ജീവിവർഗത്തിൻ്റെ ജീനുകളുണ്ട് എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ DNA ആണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ശരാശരി മനുഷ്യൻ്റെ DNA എടുത്താൽ ഏകദേശം 2% DNA എങ്കിലും മനുഷ്യവർഗത്തിൻ്റെ അല്ലാത്ത മറ്റൊരു പ്രത്യേക സ്പീഷീസിൻ്റെ DNA ഉണ്ടായിരിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 2% എന്നത് ചില സ്ഥലങ്ങളിൽ 4.5% വരെ ആകാമെന്നാണ് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ലോകം മുഴുവനുമുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് എടുത്ത DNA സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് മനസ്സിലാക്കിയത്. ഇത് നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ ചിത്രം, അതായത് ഇതുവരെ പറഞ്ഞത് പ്രകാരം നമ്മൾ കുരങ്ങിൽ നിന്നല്ലേ ഉണ്ടായത്? എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത്? നമ്മൾ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ഹോമോ എന്ന ജീനസിൽ
കുരങ്ങിൻ്റെ സ്പീഷീസും കാണേണ്ടതല്ലേ? എന്തുകൊണ്ട് അത് കാണുന്നില്ല? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടായി? നമ്മുടെ ക്രോമോസോമിൽ എങ്ങനെ മറ്റൊരു സ്പീഷീസിൻ്റെ ജീനുകൾ ഉണ്ടായി? ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ശരാശരി DNA എടുത്താൽ 2% മറ്റൊരു സ്പീഷീസിൻ്റെ DNA അതിൽ കാണുമെന്ന്. ഏതാണ് ആ സ്പീഷീസ്? നമുക്ക് ഒന്ന് നോക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആർക്കിയോളജി വിഭാഗം മറ്റെന്തിനോ വേണ്ടി തിരയുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റേതിന് സമാനമായ കുറച്ച് എല്ലുകൾ കിട്ടി. അത് ലാബിൽ വെച്ച് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഇന്ന് കാണുന്ന നമ്മുടെ ഹോമോസാപ്പിയൻസ് അല്ല എന്നാണ്. അതായത് ഹോമോസാപ്പിയൻസിൻ്റെ എല്ലുകളല്ല, മറിച്ച് മറ്റൊരു മനുഷ്യവർഗത്തിൻ്റെ എല്ലുകളായിരുന്നു. അത് ഏത് എല്ലുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിച്ചത് ഹോമോ നിയാണ്ടർതാൽസ് എന്ന പുതിയ വിഭാഗം മനുഷ്യ വർഗത്തിൻ്റെ എല്ലുകളായിരുന്നു. ഇങ്ങനെ ഹോമോ നിയാണ്ടർതാൽസിൻ്റേതല്ലാതെ മനുഷ്യൻ കണ്ടെത്തിയ മനുഷ്യവർഗത്തോട് സാമ്യമുള്ള മറ്റു സ്പീഷീസുകളുടെ പേരുകളാണ് ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ് ഇവയെല്ലാം. ഹോമോ നിയാണ്ടർതാൽസ് 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവയാണെങ്കിൽ ഹോമോ ഇറക്ടസ് 2.4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവയാണ്. ഇനി ഹോമോ ഹാബിലസോ 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ജീവിച്ചിരുന്നത്. എന്നാൽ ഹോമോ സാപ്പിയൻസിനെ കണ്ടുവരുന്നത് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. എന്താണ് പറഞ്ഞു വന്നതിൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് കാണുന്ന ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് നിയാണ്ടർതാലിൻ്റെയും ഹോമോ സാപ്പിയൻസിൻ്റെയും ഒരു കൂടിച്ചേർന്ന ഒരു രൂപമാണ്. ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ 3ാമത്തെ ക്രോമസോമിൽ കണ്ടുവന്ന DNA അത് ഹോമോ നിയാണ്ടർതാൽസിൻ്റെതായിരുന്നു. ഇനി ഹോമോ നിയാണ്ടർതാൽസിനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ ഏകദേശം ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ ബുദ്ധിയോട് സമാനമായ ഒന്നായിരുന്നു ഹോമോ നിയാണ്ടർതാൽസ്. അവരുടെ DNA-യിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹോമോ സാപ്പിയൻസ് ആക്കി മാറ്റിയത് ആരാണ്? എങ്ങനെയാണ് ഹോമോ നിയാണ്ടർതാൽസും ഹോമോ ഹാബിലസും ഹോമോ ഇറക്ടസും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായത്? ഇതിനൊക്കെ ഉത്തരം നമ്മൾ തേടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നു കാണുന്ന ഹോമോ സാപ്പിയൻസിന്, അതായത് ഈ സ്പീഷീസിന് മറ്റു സ്പീഷീസുകൾ ഇല്ലാതിരുന്നത്, ഈ ജീനസിൽ മറ്റ് സ്പീഷീസുകൾ ഇല്ലാതിരുന്നത് ഇവയൊക്കെ ഇല്ലാതായപ്പോഴാണ്. ഇതൊക്കെ ആരില്ലാതാക്കി? ഇതിനൊക്കെ ഉത്തരം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഉത്തരവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.